റേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എലോങ് ദ കോസ്റ്റ്. അതായത് നമ്മുടെ തീരങ്ങളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലോട്ട് വന്ന കാര്യവും തീരങ്ങളുടെ ഇമ്പോർട്ടൻസിനെയൊക്കെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പേജിൽ പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത് കോസ്റ്റൽ പ്ലെയിനുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്താണ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തീര സമതലങ്ങൾ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ ഈ പറയുന്ന സദേൺ ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഈ ഗുജറാത്തിന് മുമ്പ് ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രാജസ്ഥാൻ്റെ ഭാഗമാണ് അല്ലേ. ഇവിടെ മുതലാണ് നമ്മുടെ കടൽ ആരംഭിക്കുന്നത്. കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ഏത് കടലുണ്ട്? അറേബ്യൻ സീ ഉണ്ട്. വലതുവശത്തായിട്ട് എന്തുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. താഴെയായിട്ട് എന്തുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും ഉണ്ട്. ഇതിനു പുറമെ നമുക്ക് നമ്മുടെ അറേബ്യൻ സീയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഐലൻഡിൻ്റെ പേരറിയാം, ലക്ഷദ്വീപ് ഐലൻഡ്. വലതുവശത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ കടലിൽ നമുക്കിതുപോലെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് കാണാൻ പറ്റും. ഏതൊക്കെയാണത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ആദ്യം മനസ്സിലാക്കുക എന്താണ് കോസ്റ്റ് എന്ന് വച്ചു കഴിഞ്ഞാൽ. ഓക്കെ, എന്താണ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ എന്ന് വെച്ചാൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന കരയുടെ ഭാഗത്തെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ സ്ഥലത്ത് കാണുന്ന പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമതലങ്ങൾ. അതിനാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതാ ഇവിടെ ഗുജറാത്തിൻ്റെ ഈ പറയുന്ന ഭാഗം മുതൽ ആരംഭിച്ച് സൗത്തിൽ കന്യാകുമാരി വരെയുള്ള ഭാഗം, അതുപോലെ വലതുവശത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം വരെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിനിൽ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡുകളും ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും മൊത്തം ചേർത്ത് നമ്മുടെ ഇന്ത്യയിൽ 7517 കിലോമീറ്റർ എന്തുണ്ട്? കോസ്റ്റൽ ലൈൻ ഉണ്ട്. എന്തുണ്ട്? തീരം ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര തീരമാണ് നമുക്കുള്ളത്? 7517 കിലോമീറ്ററോളം തീരമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് ആരംഭിക്കുന്നു? ഗുജറാത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെസ്റ്റ് ബംഗാൾ വരെ ഭാഗത്ത് മെയിൻലാൻഡിലും പോരാത്തതിന് ലക്ഷദ്വീപ് ഐലൻഡുകൾ. ഓക്കെ, എവിടെയാണ്? ലക്ഷദ്വീപ് ഐലൻഡും ആൻഡമാൻ നിക്കോബാർ ഐലൻഡും കൂടെ ചേർത്ത് ഇത്രയും കോസ്റ്റൽ പ്ലെയിൻ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ ഉണ്ട്. ഇവിടെ കാണുന്ന സമതലങ്ങളെയാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അതൊരു ഫിസിയോഗ്രഫിക് യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ പ്ലെയിനിൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? ഈ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്? ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മെയ്ഡ് ദ കോസ്റ്റൽ പ്ലെയിൻ സ്യൂട്ടബിൾ ഫോർ സെറ്റിൽമെൻറ്റ്? അല്ലെ, ആൾക്കാർക്ക് താമസത്തിന് എന്തുകൊണ്ടാണ് കോസ്റ്റൽ പ്ലെയിൻ സ്യൂട്ടബിൾ ആയത്? അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ PPT വെച്ച് ഞാനിത് എന്ത് ചെയ്യും? ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞു തരും. ഓക്കെ, ഈ PPTയുടെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ആദ്യമായിട്ട് ചാനലിലോട്ട് വരുന്നവർക്ക് വേണ്ടിയാണത് പറയുന്നത്, മുമ്പുള്ളവർക്ക് അറിയാം, എന്നാലും പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നമ്മുടെ തീരപ്രദേശം ആൾക്കാർക്ക് താമസിക്കാൻ സ്യൂട്ടബിൾ ആയതിൻ്റെ കാരണം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് നല്ല സമതലമാണ്, പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഫേവറബിളായ ക്ലൈമറ്റാണ്. മാത്രമല്ല അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഉണ്ട്. കാരണം തീരപ്രദേശങ്ങളിലൊക്കെ എന്ത് വരുന്നുണ്ട്? നദികൾ കടലിനോട് ചേരുന്നത് ഇവിടെ വെച്ചായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം നമുക്ക് കിട്ടും. അല്ലാതെ ഉപ്പുവെള്ളം കിട്ടുമെന്നല്ല. ഇനി ഒരു പോയിന്റും കൂടി എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഫിഷിങ് പറയാൻ പറ്റും അല്ലേ, മീൻപിടുത്തം. അതുപോലെ തന്നെ എന്താണ്? ടൂറിസം പോലെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നു? ലൈവ്ലിഹുഡ് കൊടുക്കുന്നു, അതായത് ജീവിത മാർഗമായിട്ട് മാറുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, നമ്മുടെ ഇന്ത്യക്ക് 7517 കിലോമീറ്റർ വരുന്ന തീരപ്രദേശമുണ്ട്. ആ തീരപ്രദേശത്ത് കോസ്റ്റൽ പ്ലെയിനിൽ ആൾക്കാർ താമസിക്കുന്നു. എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട്. ഇനി
ഈ തീരപ്രദേശത്തെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഏതൊക്കെയാണ് ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുവശത്ത് ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴെ കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന ഭാഗം. ഓക്കെ, എവിടെയാണ്? ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന ഈ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഭാഗം, ഇതിനെയാണ് നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. കാരണം നമ്മൾ ദിശ നോക്കുകയാണെങ്കിൽ ഇവിടം ഈസ്റ്റ്, ഇവിടം വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് അല്ലേ. അപ്പോൾ ഇടതുവശത്തായതുകൊണ്ട് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അതുപോലെ വലതുവശത്ത് ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് നേരെ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗം വരെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് വിളിച്ചു? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇന്ത്യയിലെ കോസ്റ്റൽ പ്ലെയിനുകളെ, തീരസമതലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, എന്താണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും മറ്റൊന്ന് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ കിടക്കുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ പറ്റിയാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ആദ്യം എവിടെ മുതലാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിൻ്റെ ഭാഗം തൊട്ട് ഇങ്ങ് താഴെ എവിടെയാണ്? നമ്മുടെ കന്യാകുമാരി വരെ. ഓക്കെ, അപ്പോൾ ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന വണ്ണം കുറഞ്ഞ നേരമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. എന്താണ്? നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലൈങ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലേറ്റ്യൂ ആൻഡ് അറേബ്യൻ സീ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ ഭാഗം, കുറച്ചുകൂടി പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് മൗണ്ടൻസും ഇടതുവശത്തുള്ള അറേബ്യൻ കടലിനും ഇടയിലായി കാണപ്പെടുന്ന നാരോ ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്ത്? നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ ഗുജറാത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? റാൺ ഓഫ് കച്ച്. എന്താണ്? റാൺ ഓഫ് കച്ച്. ഓക്കെ, ഈ റാൺ ഓഫ് കച്ച് മുതൽ ഈ മുകളിലത്തെ ഈ ഒരു ഭാഗമാണ് റാൺ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അവിടെ തുടർന്ന് നമ്മുടെ താഴെയുള്ള ഇവിടെയാണ് കന്യാകുമാരി വരെയാണ് ഈ ഭാഗം ഉള്ളത്. 1840 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ കുറവാണ്, ഏതാണ്ട് 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ് എന്ത് വരുന്നത്? വിഡ്ത്ത് വരുന്നത്. ഇത് സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇതൊരു സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഇതൊരല്പം താന്ന് വെള്ളത്തിനോട് ഇറങ്ങിക്കിടക്കുന്നത്. സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ കടൽ കയറിയത് കൊണ്ട് ഫോം ചെയ്തതോ അല്ലെങ്കിൽ കര താഴ്ന്നത് കൊണ്ടോ ഫോം ചെയ്തതായി കണക്കാക്കുന്ന ഒരു കോസ്റ്റാണ് എന്ത്? നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എന്ത്? നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒരു നാരോ സ്ട്രിപ്പാണ്. ആർക്ക് ബിറ്റ്വീനായിട്ട് പെനിൻസുലാർ പ്ലേറ്റ്യൂവിനും അറേബ്യൻ സീക്കും ഇടയിലായിട്ട് റാൺ ഓഫ് കച്ച് തൊട്ട് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ 1840 കിലോമീറ്റർ നീളവും 10 to 15 കിലോമീറ്റർ വീതിയിലും കാണപ്പെടുന്ന സബ്മേർജ്ഡ് കോസ്റ്റാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടെ കാണുന്ന ഗുജറാത്ത് കോസ്റ്റ്, പിന്നെ ഇവിടെ കാണുന്ന കൊങ്കൺ കോസ്റ്റ്, പിന്നെ ഇവിടെ കാണുന്ന മലബാർ കോസ്റ്റ് എന്നിങ്ങനെ എത്ര ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം? 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. എൻ്റെ കൂടെ പറഞ്ഞ ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ് എന്നിങ്ങനെ 3 ഭാഗങ്ങളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഗുജറാത്ത് കോസ്റ്റിനെ പറ്റിയാണ്. ഗുജറാത്ത് കോസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കിയേ, ഥാർ ഡെസേർട്ട് തൊട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ബോർഡർ വരെ വരുന്ന ഭാഗമാണ് ഗുജറാത്ത് കോസ്റ്റ്. ഈ പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗുജറാത്ത് കോസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, ഫസ്റ്റ് വരുന്ന ഗുജറാത്ത് കോസ്റ്റ് എവിടെയാണ്? റാൺ ഓഫ് കച്ച്. കണ്ടോ, അതായത് മുകളിൽ കണ്ടോ റാൺ ഓഫ് കച്ച്. ഈ റാൺ ഓഫ് കച്ച് തൊട്ട് ഈ പറയുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആരംഭിക്കുന്നത് വരെയുള്ള ഈ ഒരു ഭാഗമാണെന്ത്? ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ഥലം റാൺ ഓഫ് കച്ച്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ റാൺ ഓഫ് കച്ച് ഉൾപ്പെടും, അതുപോലെ സൗരാഷ്ട്ര എന്ന ഭാഗം ഉൾപ്പെടും. എന്തോ കണ്ടു, ഗുജറാത്തിലത് ഈ കാണുന്ന രണ്ടാമത്തെ ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമില്ലേ, ഇതിനെയാണ് നമ്മൾ സൗരാഷ്ട്ര റീജിയൻ എന്ന് വിളിക്കുന്നത്. അതിനു പുറമെ നമ്മുടെ യൂണിയൻ ടെറിട്ടറിയായ ദാമൻ, ദ്യൂ,
അതുപോലെ ദാദ്ര നഗർ ഹവേലി, ദാ ഇവിടെ കാണുന്നതാണ് ദാമൻ, കണ്ടോ, ഏതാണ്ട് ദാ ഈ ഒരു ഭാഗത്തായിട്ട് വരും ദാമൻ, കണ്ടോ. തൊട്ടിപ്പുറത്ത് കാണുന്ന ദാദ്ര നഗർ ഹവേലി, ഇവിടെ സൈഡിൽ ചെറിയൊരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നദികളിലാണ് ഇതിൻ്റെ ഫോർമേഷന് സഹായിച്ചത്. ഒന്ന് മാഹി നദിയും മറ്റൊന്ന് സബർമതി നദിയും. മാഹി നദിയും സബർമതി നദിയുടെയും സഹായത്തോടെ ഫോം ചെയ്ത ഭാഗമാണ് എന്ത്, ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാർഷി ലാൻഡാണ്. ഇവിടെ മുതൽ റാൺ ഓഫ് കച്ച് തൊട്ട് ഈ പറയുന്ന മഹാരാഷ്ട്ര ബോർഡർ വരെ വരുന്ന ഭാഗമാണ്. ഇവിടെയാണ് എന്ത് വരുന്നത്, കച്ചിൻ്റെ ഭാഗം വരുന്നത്, സൗരാഷ്ട്രയുടെ ഭാഗം വരുന്നത്, ഡാമനും ഡൂവും ദാദ്ര നഗർ ഹവേലിയും വരുന്നത് ഈ ഭാഗത്താണ്. രണ്ട് നദികളാണ് ഫോർമേഷൻ സഹായിച്ചത്, മാഹിയും സബർമതിയും. അടുത്ത് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഐലൻഡുകൾ. നിങ്ങൾക്ക് അറിയാം എന്താണ് ഐലൻഡ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐലൻഡ് എന്ന് വിളിക്കുന്നത്. പെനിൻസുലാർസ് ഉണ്ട്. എന്താ പെനിൻസുലാർ, 3 വശവും കടൽ കൊണ്ട് ചുറ്റപ്പെട്ട അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടത് പെനിൻസുലാർ. സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പിക്ചർ നോക്കിയോ, 2 ലാൻഡിനിടയിലായിട്ട് കാണപ്പെടുന്ന നാരോ ഇങ്ങനെയുള്ള വാട്ടർ ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. മാർഷസ് അഥവാ ഈ കാണുന്ന ചതുപ്പ് നിലം. അതുപോലെ ടൈഡൽ ക്രീക്ക്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താ ടൈഡൽ ക്രീക്ക്, വേലിയേറ്റം വേലിയിറക്കം കാരണം എന്താ ഇവിടെ കണ്ടോ, ഈ കടലിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലെ വെള്ളം കരയിലോട്ട് ഇങ്ങനെ കയറി കിടക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈഡൽ ക്രീക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ കുന്നുകളൊക്കെ ഇവിടെ കാണപ്പെടാറുണ്ട്. മാത്രമല്ല സോൾട്ട് ലേക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. സോൾട്ട് ലേക്ക്, അതോട് ബന്ധപ്പെട്ട സോൾട്ട് ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഈ ഉപ്പ് നിരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഉപ്പ് വെള്ളം നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഗുജറാത്തിലുണ്ട്. അടുത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കോസ്റ്റിലുള്ള പ്രധാനപ്പെട്ട കോസ്റ്റൽ പോർട്ടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് അലംഗ് എന്ന് പറയുന്ന പോർട്ട് ഈ പറയുന്ന ഗുജറാത്ത് പ്ലെയിനിലാണ്. ഇതിനെ നമ്മൾ ഗ്രേവി യാർഡ് ഓഫ് ഷിപ്പ് എന്നറിയപ്പെടുന്നു. കാരണം ഇവിടെ ഈ കപ്പലൊക്കെ പൊളിക്കുന്ന ഒരു സ്ഥലമാണെന്ത്, കണ്ടോ ഈ കാണുന്നത്, ഇത് അലംഗിൻ്റെ തീരത്താണ്. അതായത് ഉപയോഗം കഴിഞ്ഞ കപ്പലുകൾ പൊളിച്ച് അതിൻ്റെ പാർട്സ് എടുത്ത് മാറ്റുന്ന, സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലമാണെന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അലംഗ് കോസ്റ്റ് എന്ന് പറയുന്നു. അതിന് പുറമെ സൂററ്റും വഡോദരയും പോലെ കോട്ടൺ ടെക്സ്റ്റൈലിന് ഫേമസ് ആയ സ്ഥലം, വെരാവാൾ എന്ന ഫിഷിംഗ് ഹാർബർ, നമ്മുടെ മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കിയ ദണ്ഡി കടപ്പുറം ഒക്കെ എവിടെയാണ്, ഗുജറാത്തിൻ്റെ കോസ്റ്റിലാണ് കാണപ്പെടുന്നത്. അടുത്ത കൊങ്കൺ കോസ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് കോസ്റ്റ് എവിടെ മുതൽ എവിടെ വരെ നമുക്കറിയാം, കച്ച് തൊട്ട് മഹാരാഷ്ട്ര ബോർഡർ വരെ. ഇവിടെയാണ് റാൺ ഓഫ് കച്ച് ഭാഗം, സൗരാഷ്ട്ര ഭാഗം, അതുപോലെ ഡാമനും ഡൂവും ദാദ്ര നഗർ ഹവേലിയും കാണുന്ന ഇവിടെയാണ്. മാഹി സബർമതി നദികൾ കാരണം ഫോം ചെയ്യുന്നു. പലതരം ലാൻഡ് ഫോമുകളിലൂടെ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്, ഐലൻഡ് ഉണ്ട്, പെനിൻസുലാർ ഉണ്ട്, സ്ട്രൈറ്റ് ഉണ്ട്, മാർഷ് ഉണ്ട്, ടൈഡൽ ക്രീക്ക് ഉണ്ട്. ഇതൊക്കെ എന്താ നിങ്ങൾക്കറിയാം. ഇനി തീരത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ റാൺ ഓഫ് കച്ചിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിക്കൊള്ളുന്നത്. ഇതാണ് റാൺ ഓഫ് കച്ച് എന്ന് പറയുന്ന ഭാഗം. അടുത്ത് അലംഗ് എന്ന് പറയുന്ന ഷിപ്പുകൾ പൊളിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ ഷിപ്പുകൾ പൊളിക്കുന്ന സ്ഥലം ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാണ്, നമ്മുടെ ദണ്ഡി മാർച്ച് നടന്ന കടപ്പുറമൊക്കെ ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നതാണ് കൊങ്കൺ കോസ്റ്റ്. ഇത് കണ്ടോ, കൊങ്കൺ കോസ്റ്റ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമൻ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളേ, ഡാമൻ ടു ഗോവ എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. സത്യത്തിൽ ഇത് ഡാമൻ ആൻഡ് ഡ്യൂയുടെ ഡാമൻ അല്ല, ഡാമൻ എന്നൊരു നദിയുണ്ട് ഈ മഹാരാഷ്ട്ര ബോർഡറിൽ ഇവിടെ ആയിട്ട്. ഈ പറയുന്ന ഡാമൻ നദി തൊട്ട് ഗോവ വരെ വരുന്ന ഭാഗമാണ് കൊങ്കൺ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. 500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നാരോവർ ആയിട്ടുള്ളൊരു കോസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത് സാൻഡിയും സദേൺ ഭാഗം എന്ന് പറയുന്നത് റോക്കിയുമായിട്ടുള്ള ഭാഗമാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ തീരങ്ങളിലൊക്കെ പാറകൾ കാണാൻ പറ്റും, ഇവിടുത്തെ തീരങ്ങളിൽ മണൽ കാണാൻ പറ്റും. സൗത്തിലോട്ട് വരും തോറും ഇവിടെ പാറകൾ അടങ്ങുന്ന ഒരു കോസ്റ്റാണ്. അല്ലെ, നമുക്കറിയാം തീരത്ത് മണലുള്ള തീരവും നമ്മൾ കണ്ടിട്ടുണ്ട്, പാറകളുള്ള തീരവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡർ ആയിട്ടുള്ള അവിടെയുള്ള ദാമൻ നദി തൊട്ട് ഗോവ വരെ വരുന്ന 500 കിലോമീറ്റർ നീളം വരുന്ന ഭാഗമാണെന്ത്, കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. കൊങ്കൺ കോസ്റ്റിന്റെ നോർത്ത് ഭാഗം മണലാണെങ്കിൽ സൗത്ത് ഭാഗം എന്താണ്, പാറകൾ കൊണ്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ക്ലിഫ് അറിയാമല്ലോ, വർക്കല ക്ലിഫൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐലൻഡുകൾ, ബീച്ചുകൾ. ഗോവ എന്നൊക്കെ പറയുമ്പോൾ ബീച്ചിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ. ഗോവ ടൂറിസത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കിട്ടുന്ന മഴയൊക്കെ ഇവിടെ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സമ്പന്നമാക്കി, അതായത് പലതരം ചെടികളും മൃഗങ്ങളും ഒക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന
നമ്മുടെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ കൊങ്കൺ കോസ്റ്റിൽ പ്രധാനപ്പെട്ട ഹാർബറുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ. ഒന്ന് നവഷേവ എന്ന് പറയുന്ന നവി മുംബൈ പോർട്ട്, ഗോവയിലുള്ള മർമഗോവ പോർട്ടൊക്കെ എന്താണ് ഇവിടുത്തെ ഫേമസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാൽപേ എന്ന ഫിഷിംഗ് ഹാർബർ, പിന്നെ ഷിപ്പ് യാർഡുകൾ, ടൂറിസങ്ങൾ, നമ്മുടെ എന്താണ് നേവിയുടെ ആസ്ഥാനങ്ങൾ, അങ്ങനെ പലതും ഈ സ്ഥലത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം കൊങ്കൺ കോസ്റ്റ്. അപ്പോൾ കൊങ്കൺ കോസ്റ്റ് എവിടെയാണ്? സ്ട്രെച്ചസ് ഫ്രം ഡാമൻ ടു ഗോവ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡാമൻ നദിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗോവ വരെ കാണപ്പെടുന്നു. ഓക്കെ, കാണപ്പെടുന്നു. കൊങ്കൺ കോസ്റ്റ് വിട്ട് കുറഞ്ഞ ഭാഗമാണ്. എന്ത് ചെയ്യുന്നു? വെസ്റ്റേൺ ഗട്ട്സിന് പാരലായിട്ടാണ് ഈ കോസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞാണ് അല്ലേ. ഇവിടെയാണ് എന്ത് കാണുന്നത്? പലതരം ക്ലിഫുകളുണ്ട്, ബീച്ചുകളുണ്ട്, അതുപോലെ തന്നെ ഐലൻഡുകളും ഉണ്ട്. ഇതെവിടെ കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. നവഷേവ എന്ന പോർട്ട്, മർമഗോവ എന്ന പോർട്ട്, പല മേപ്പിൾ എന്ന ഫിഷിംഗ് ഹാർബർ, ഷിപ്പ് യാർഡ്, അതുപോലെ ടൂറിസം സെൻറ്റേഴ്സ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. സെൻറ്റ് മേരീസ് ഐലൻഡിലെ പില്ലർ റോക്കുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് മലബാർ കോസ്റ്റ്. മലബാർ കോസ്റ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, മാംഗ്ലൂർ അഥവാ മംഗലാപുരം തൊട്ട് നമ്മുടെ സൗത്തിലെ കന്യാകുമാരി വരെ കിടക്കുന്ന 580 കിലോമീറ്റർ നീളം വരുന്ന ഭാഗമാണ് എന്താ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. കൊങ്കൺ കോസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ വീതി കൂടിയ സ്ഥലമാണ് എന്താ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിഫ്, സീ സ്റ്റാക്സ്, ബീച്ചസ്, എസ്റ്റുറീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊന്നും എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നോക്കാം നമുക്ക്. ഓക്കെ, ക്ലിഫ് നമുക്കറിയാം. വർക്കല, ഈ കാണുന്ന വർക്കല ക്ലിഫ് നമ്മൾ പോയിട്ടുണ്ട് അല്ലേ. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഉയരം കൂടി ഇങ്ങനെ പെട്ടെന്ന് താഴ്ന്നു വരുന്ന ഭാഗമാണ് ക്ലിഫ്. സീ സ്റ്റാക്സ് എന്ന് വെച്ചാൽ കടലിൻ്റെ തീരത്ത് കാണുന്ന ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീ സ്റ്റാക്സ് എന്ന് വെച്ചാൽ തിരമാലകളൊക്കെ അടിച്ച് ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ട് പിന്നെ ഒറ്റപ്പെട്ട് കാണുന്ന പാറ ആണ് എന്തെന്ന് പറയുന്നത് സീ സ്റ്റാക്സ് എന്ന് പറയുന്നത്. ബീച്ച് എന്താന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. എസ്റ്റുറീസ് എന്താന്ന് പറയുന്നത് പൊഴി അല്ലേ. കടലിൻ്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെ ഒരു മണൽ തിട്ട കണ്ടിട്ട് അതിനകത്തായിട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഉപ്പുരസം വരുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റുറീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്ന സാൻഡ് ബാർ കണ്ടോ, കടലിനിടയിലായിട്ട് ഇങ്ങനെ മണൽ കൊണ്ടുള്ള ഇങ്ങനെ നീണ്ട ഭാഗം, നമ്മൾ സ്ട്രൈറ്റ് പറഞ്ഞ പോലെ അവിടെ വെള്ളമാണെങ്കിൽ ഇവിടെ മണലിൻ്റെ നീണ്ട ഭാഗങ്ങളാണ് നമ്മൾ സാൻഡ് ബാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മലബാർ കോസ്റ്റിൻ്റെ പ്രത്യേകതകളാണ്. വർക്കല, ഏഴിമല, ബേക്കൽ, ഇതൊക്കെ എന്താണ്? ക്ലിഫുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ സൗത്ത് ഭാഗത്തോട്ടുള്ള മലബാർ കോസ്റ്റുകൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ബാക്ക് വാട്ടറുകൾ അല്ലെങ്കിൽ കായലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ വേമ്പനാട് കായൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വേമ്പനാട് കായൽ പ്രധാനപ്പെട്ട ഒരു കായലാണ്. അതുപോലെ ഒരുപാട് കായലുകൾ നമുക്കിവിടെ ഉണ്ട്. കായലുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്? കനാലുകളും ഉണ്ട്. നിങ്ങൾ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. അങ്ങനെ നമ്മൾ കനാലുകളെ പറ്റി പറയുമ്പോൾ ഈ കനാലിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതായത് നമ്മുടെ നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കോട്ടപ്പുറം ടു കൊല്ലം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കര എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. നമ്മുടെ ബോട്ടിലൂടെ അല്ലെങ്കിൽ വള്ളങ്ങളിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതാണ് എന്താ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പോൾ കായലുകൾ അത്രത്തോളം ഇമ്പോർട്ടൻറ്റും വലുതുമാണെന്ന് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ കാണുന്ന ബീച്ചുകൾ, മുഴപ്പിലങ്ങാടി ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച്, ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം ഒരുപാട് ബേർഡ് സാങ്ച്വറികളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കടലുണ്ടി, കുമരകം, പാതിരാമണലൊക്കെ എന്താണ്? മൈഗ്രേറ്ററി ദേശാടന കിളികൾ വരുന്ന ഭാഗമാണ്. അതായത് നമ്മൾ പറഞ്ഞ കായലുകളുമോട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെറ്റ് ലാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ദേശാടന കിളികൾ വരുന്ന ഒരുപാട് ബ്രീഡിംഗ് ഗ്രൗണ്ട് ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? കാണപ്പെടാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മലബാർ കോസ്റ്റിനെ പറ്റിയാണ്. എവിടെയാണ്? മംഗലാപുരം, അപ്പോൾ കർണാടക എന്ന് മനസ്സിലായി, കന്യാകുമാരി വരെ 580 കിലോമീറ്ററിൽ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു. പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ആയിട്ടുള്ള ക്ലിഫ്, സീ സ്റ്റാക്സ്, ബീച്ചസ്, എസ്റ്റുറീസ്, സാൻഡ് ബാറുകളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. കായലുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാ കണ്ടോ, വേമ്പനാട് കായലും അവിടുത്തെ ഹൗസ് ബോട്ട്. നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്ന ഇത്തരം ബാക്ക് വാട്ടറുകളിലൂടെയാണ് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് ബീച്ചുകൾ ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട പല ലാൻഡ് ഫോമുകൾ ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ബീച്ചുകളും ലാൻഡ് ഫോമും ബാക്ക് വാട്ടറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് പറയണം? ഇവിടുത്തെ ബേർഡ് സാങ്ച്വറികളെ പറ്റി എന്ത് ചെയ്യണം? പറയാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ ആരെ പറ്റി പഠിക്കും? നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റ് പ്ലെയിനെ പറ്റി പഠിക്കും. റൈസ് ഫീൽഡുകളും കൂടി ഒന്ന് പറഞ്ഞേക്കാം. നാഞ്ചിനാട്, കുട്ടനാട്, നമ്മുടെ കോൾ നിലങ്ങൾ,
അതുപോലെ തന്നെ നീണ്ടകര, മുനമ്പം പോലുള്ള ഫിഷിംഗ് ഹാർബറുകൾ, നെൽപ്പാടങ്ങൾ, ഇതൊക്കെ എന്താണ്? എക്കണോമിക്കലി ആക്റ്റീവായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ ഈ സ്ഥലത്ത് താമസിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 രീതികൾ: ഒന്ന് കമൻറ്റായി നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഈ PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക. എവിടെ ജോയിൻ ചെയ്യുക? ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.